അപ്പോൾ ഇന്നത്തെ വീഡിയോ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനും മക്കളും പിന്നെ ഇക്കാടെ മോനുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ പള്ളിയിൽ പോണതാണ്. അങ്ങനെ പള്ളിയിൽ പോയി വന്ന് നിസ്കരിച്ച് വന്ന് കിടന്നുറങ്ങി. രാവിലെ മാമാടെ അവിടുത്തെ ബമ്പൂസ് നാരങ്ങ ഉണ്ട്. ഞങ്ങൾ തൃശ്ശൂരിന് ബമ്പൂസ് നാരങ്ങ എന്ന് പറയും. നിങ്ങളവിടെ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബമ്പൂസ് നാരങ്ങ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാം പഴുത്തുണ്ട്. അങ്ങനെ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ താഴ്ത്ത് വീഴും. അത് തിന്നും. ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ എല്ലാവരും കൊടുക്കില്ല. ആരും 2-3 ഇങ്ങനെ പറക്കി കൊടുക്കും. തോറ്റുകൊണ്ട് തൊട്ടാൽ മതി തന്നെ വീഴും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറേ താഴ്ത്ത് വീണ് കിടക്കണം. ഒക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ പഴുത്തതാ. നമുക്ക് ഇടയ്ക്ക് പൊട്ടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പണി. വേറെ പുറത്തേക്ക് വിൽക്കാനൊന്നും കൊടുക്കാറില്ല. പിന്നെ ഈ കാണുന്നുണ്ട് എൻ്റെ തറ ഇപ്പം 1.5 വർഷമായി. മുകളിൽ കൊണ്ട് പൊക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് പണി തുടങ്ങാനും പൂർത്തിയാക്കാനൊക്കെ. അത് കഴിഞ്ഞ് കുളിക്കക്കടവിലുള്ള മാമാടെ വീട്ടിൽ വന്നിട്ടാ വല്യമ്മനെ വിൽക്കാൻ വേണ്ടി വന്നതാ. ഞാനും വിൽക്കാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ തിരിച്ച് ദുബായിലെത്തിയതിനു ശേഷം വീട് കേട്ടോ. ഈ വീട് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ തോന്നി. പണ്ടത്തെ ഒരു വീട് അതില്ലേ, പണ്ടത്തെ വരാന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിൽ പുഴ ഉണ്ട്. അപ്പോൾ അത് കാരണം എപ്പോഴും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മളെ മാമ ഷുക്കൂർ മാമ, ഇളയ മാമ ഉണ്ടതാ. ചേറ്റുവരായിരുന്നു. ഇപ്പോൾ പുളിക്കക്കടവ് പുഴയുടെ അടുത്താണ് താമസിക്കുന്നത്. ബാക്കിൽ ആണ് പുഴ. അപ്പം ജസ്റ്റ് ഞാൻ പിന്നെ ബാക്കിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. നല്ല വൈബാണ്. രസമുണ്ട് കാണാൻ. പുഴ തീർത്തായോണ്ട് അറിയാലോ. ഇത് ചേറ്റുവ പുഴ കേട്ടോ. ചേറ്റുവ പുഴ കാണുന്നത്. ഇങ്ങനെ ജങ്ങലിൽ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തണത്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.